കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, മോഹൻലാൽ എപ്പോഴാണ് താടി മാറ്റുന്നത്? അല്ലെങ്കിൽ താടി മാറ്റിയൊരു മോഹൻലാലിനെ എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? അദ്ദേഹത്തിൻ്റെ അഭിനയം എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ താടി മാറ്റിയാൽ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മൾ മോഹൻലാലിനെ കാണുന്നത് താടി വെക്കാത്ത മീശ വിരിച്ച മോഹൻലാലിനെയാണ് ഒരുപാട് സിനിമകൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാളിത്യവും കുട്ടിത്വവും അദ്ദേഹത്തിൻ്റെ അഭിനയവും എല്ലാം മുഖത്തും കണ്ണിലുമൊക്കെ വരുന്നെങ്കിൽ നമ്മൾ കൂടുതലും അങ്ങനെയാണ് കണ്ടത്. ഈ ഒരു ബോട്ടക്സിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു രൂപത്തിനൊരു മാറ്റം വരുന്നതും. അതുകൊണ്ട് തന്നെ അതിന് ശേഷമുള്ള സിനിമകളെല്ലാം പരാജയമാവുകയും ചെയ്തു. ഈ പരാജയവും ഈ താടിയും എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ഇതായിട്ട് വന്നപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങ് വിഷമമായിപ്പോയി. ഒരു നല്ല പഴയൊരു മോഹൻലാലിനെ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു സമയത്ത് തന്നെയാണ് നമുക്കൊരു ലൂസിഫർ വന്നത്, ഒരു ദൃശ്യം 2 വന്നത്, ഒരു ബ്രോഡാഡി വന്നു, അതുപോലെ ഒരു നേര് വന്നു, പിന്നെ പരാജയമായിരുന്നെങ്കിലും മലയക്കോട്ടെ വാലിബൻ വന്നു. അപ്പോൾ ഈ ഒരു സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം കൂടെ കാണാൻ സാധിച്ചു. ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹം താടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ചിത്രങ്ങളെല്ലാം ക്ലോസപ്പ് ഷോട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലെ അഭിനയ പ്രകടനങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ താടി ഉള്ളതാണോ യഥാർത്ഥ പ്രശ്നം? അല്ല, നേരെ മറിച്ച് ആ ഒരു ക്യാരക്ടറിനെ, അതായത് ഒരു ക്യാരക്ടറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സംവിധായകരുടെ അഭാവം മലയാള സിനിമയിൽ നല്ലപോലെ ഉണ്ട്. അതും ഒരു കാരണമാണ്. സോ നല്ല കഥകളും അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധായകരും വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് അല്പമെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരുപാട് ക്യാമ്പയിനുണ്ട്, ഹെയ്റ്റ് ക്യാമ്പയിനുണ്ട്, അതെല്ലാം ഉണ്ട് ഇപ്പോൾ മലയാള സിനിമയിൽ. എന്നിരുന്നാലും മോഹൻലാലിൻ്റെ താടി മാത്രമല്ല പ്രശ്നം, അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കുറവും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മെയ് 21 മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. സോ നല്ല സിനിമകൾ വരട്ടെ, വീണ്ടും ഒരു മോഹൻലാൽ ഇമ്പാക്റ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.